വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഓരോ വിവരങ്ങൾ കൂടി നമുക്ക് മുന്നിലേക്കുണ്ട്. വാളയാറിലെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന രാംനാരായണന്റെ മൃതദേഹം ഏറ്റെടുത്ത് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുമെന്ന് കുടുംബാംഗങ്ങളും സമരസമിതിയും അറിയിച്ചു. മന്ത്രി കെ രാജനുമായുള്ള ചർച്ചയിൽ നഷ്ടപരിഹാരം ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് കുടുംബം അറിയിക്കുന്നത്. സർക്കാരുമായുള്ള ചർച്ച പോസിറ്റീവ് ആയിരുന്നുവെന്നും സമരസമിതി അറിയിച്ചു. അടിയന്തരമായിട്ട് പ്ലെയിനിൽ തന്നെ മൃതദേഹം എത്തിക്കാനാണ് കലക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തിനെയും ആ സമയത്ത് അവിടെ എത്തിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കലക്ടർ അതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അത് കലക്ടർ നിർവഹിക്കും. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും വളരെ ഗൗരവമായിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു പുതിയ അറിവ് നമ്മൾ ഈ അട്രോസിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായിട്ട് പ്ലെയിൻ ലിഷോയും പാലക്കാട് നിന്ന് ഗോകുൽ VS കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ലിഷോയിലേക്കാണ്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ മന്ത്രിയുമായിട്ടുള്ള ചർച്ച അത് പോസിറ്റീവാണ് എന്നാണ് കുടുംബാംഗങ്ങളും സമരസമിതിയും ഉൾപ്പെടെ അറിയിക്കുന്നത്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബം മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇനി അവരുടെ തീരുമാനം? സർക്കാരിൽ നിന്ന് കൃത്യമായ ഒരു ഉറപ്പ് ഇപ്പോഴാണ് അവർക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ പ്രതിഷേധം നടന്നുവെങ്കിൽ പോലും കൃത്യമായി ആരും തന്നെ ഒരു ചർച്ചയിൽ രേഖാമൂലമുള്ള ഉറപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിന് അനുകൂലമായ ഒരു കൃത്യമായ ഒരു അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടോ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പ്രതിഷേധം ഇന്നലെ അർദ്ധരാത്രി വരെ പ്രതിഷേധം തുടർന്നത്. മോർച്ചറിക്ക് മുൻപിൽ ഈ മൃതദേഹം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഉറപ്പ് ലഭിക്കാതെ അത് ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് വരെ കുടുംബം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ തൃശ്ശൂർ കളക്ടറേറ്റിൽ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ചേർന്നുകൊണ്ട് വിളിച്ച യോഗത്തിൽ കുടുംബാംഗങ്ങളും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ഒക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്തു. ഇതിൽ കൃത്യമായ ഒരു നിലപാട്, സർക്കാരിൻ്റെ നിലപാട് മന്ത്രി കെ രാജൻ അറിയിക്കുകയും ചെയ്തു. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം, അതായത് അടിയന്തരമായി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കും. അത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കുടുംബത്തിന് കൃത്യമായി കുടുംബത്തിന് അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടുന്ന തലത്തിലേക്കുള്ള ഒരു നീക്കമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും അതിൽ SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെയായിരിക്കും കൃത്യമായി അന്വേഷണം നടത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. SC അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള നടപടികളൊക്കെ തന്നെ ഇതിൽ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുടുംബം ഈ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എംബാം ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ട ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കും എന്നുള്ള ഒരു നിലപാടാണ് നിലവിൽ കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഈ ഒരു ആ കൂടിക്കാഴ്ചയിൽ ഇങ്ങനെയാണ് തീരുമാനങ്ങൾ അത് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുടുംബാംഗങ്ങളും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കേൾക്കാം. हमारी डिमांडें वही है कि जो है SIT टीम गठित हो और मॉम लिंचिंग का जो धाराएं हैं वो ऐड हो और पीड़ित परिवार को जो है मुआवजा राशि मिले। हाँ, परिवार को जो है यहाँ से 100 को ले जाने में मदद करे और इनको जो है सहायता राशि जो है वो मिले। हाँ, संघर्ष जब तक हमारी मांगे नहीं होगा तब तक कंटिन्यू चलता रहेगा। सरकार पे भरोसा है, ऐसे मतलब हमें निराश नहीं करेंगे। छत्तीसगढ़ सरकार और केरल सरकार दोनों से मेरी अपील है कि दोनों स्टेट जो है इस मामले में हमारी जो है मांगे पूरी करें. രാംനാരായണന്റെ സഹോദരനാണ് സംസാരിച്ചത്.